യേശയ്യാ പ്രവാചകന്റെ പുസ്തകം എന്നുള്ള വായന 42 അധ്യായം 1 മുതൽ 25 വരെയുള്ള വചനങ്ങൾ. എബദ് ആധ്യാത്മികത, എബദ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ഒരു ഭാഗമാണ് യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 42 അധ്യായം 1 മുതൽ പ്രത്യേകിച്ച് 5 വരെയുള്ള വചനങ്ങളിൽ നമ്മൾ കാണുന്നത്. വചനം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്: ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ. ദാസൻ എന്നതിന് ഹീബ്രുവിൽ പറയുന്നത് എബദ് എന്നാണ്. പല അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ പദം. ദൈവത്തോടു കൂടി ആയിരിക്കുന്നവൻ, ദൈവികമല്ലാതെ ചിന്തിക്കാൻ സാധിക്കാത്തവൻ, ആബായുമായി ഒരുമിച്ചിരിക്കുന്നവൻ. അത്ര ശക്തമായ അർത്ഥം ഉൾക്കൊള്ളുന്ന ഒരു വചനം ഉപയോഗിച്ചുകൊണ്ടാണ് യേശയ്യാ പ്രവാചകൻ 42 അധ്യായം ആരംഭിക്കുന്നത്. ക്രിസ്തുവിന്റെ വരവിന് BC 742 700 ഇടയ്ക്ക് വിരചിതമായതാണ് യേശയ്യാ പ്രവാചകന്റെ 2-ാം പുസ്തകം. ഇവിടെ പറയുകയാണ്, ഇതാ ഞാൻ തെരഞ്ഞെടുത്ത എൻ്റെ ദാസൻ. ഈ ദാസന്റെ ദൗത്യം എന്താണ് എന്നാണ് പറയുന്നത്. അവൻ ചതഞ്ഞ ഞാങ്കണ ഒടിക്കുകയില്ല, കെടാറായ തിരി കെടുത്തുകയില്ല. ചതഞ്ഞ ഞാങ്കണ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ചാണ് പറയുന്നത്. എങ്ങനെയാണ് ഞാങ്കണ ചതഞ്ഞു പോയത് എന്ന് വചനത്തിൽ പറയുന്നില്ല. ഈ ചതഞ്ഞു പോയതിനെ മുറിച്ചു മാറ്റാത്തതിനെ ദൈവം രക്ഷിച്ചെടുക്കുന്നു എന്നുള്ളതാണ്. ഈ എബദ് എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിലാണ്. യേശുവിന്റെ പരസ്യ ജീവിതം മുഴുവനും ഈ ചതഞ്ഞ ഞാങ്കണകളെ, കുരുടരെ, മുടന്തരെ, കുഷ്ഠരോഗികളെ സൗഖ്യപ്പെടുത്തുകയാണ് യേശു ചെയ്തത്. അതോടൊപ്പം ദൈവവചനം ആബായിൽ നിന്ന് സ്വീകരിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. വളരെ ശക്തമായ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 42 അധ്യായം 1 മുതൽ 25 വരെയുള്ള വചനങ്ങൾ നമുക്ക് പ്രാർത്ഥനാപൂർവം കേൾക്കാം. 1-ാം വചനം: ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ പ്രീതിപാത്രം. ഞാൻ എൻ്റെ ആത്മാവിനെ അവനു നൽകി, അവൻ ജനതകൾക്ക് നീതി പ്രദാനം ചെയ്യും. അവൻ വിലപിക്കുകയോ സ്വരം ഉയർത്തുകയോ ഇല്ല, തെരുവീതിയിൽ ആ സ്വരം കേൾക്കുകയുമില്ല. ചതഞ്ഞ ഞാങ്കണ അവൻ മുറിക്കുകയില്ല, മങ്ങിയ തിരി കെടുത്തുകയുമില്ല. അവൻ വിശ്വസ്തയോടെ നീതി പുലർത്തും. ഭൂമിയിൽ നീതി സ്ഥാപിക്കുന്നത് വരെ അവൻ പരാജയപ്പെടുകയോ അധീരനാവുകയോ ഇല്ല. തീരദേശങ്ങളും അവന്റെ നിയമത്തിനായി കാത്തിരിക്കുന്നു. ആകാശത്തെ സൃഷ്ടിച്ച് വിരിച്ചു നിർത്തുകയും ഭൂമിയെയും അതിലെ വിഭവങ്ങളെയും വ്യാപിപ്പിക്കുകയും അതിലെ നിവാസികൾക്ക് ജീവൻ നൽകുകയും അതിൽ ചരിക്കുന്നവർക്ക് ആത്മാവിനെ നൽകുകയും ചെയ്യുന്ന ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു: ഞാനാണ് കർത്താവ്, ഞാൻ നിന്നെ നീതി സ്ഥാപിക്കാൻ വിളിച്ചു, ഞാൻ നിന്നെ കൈക്ക് പിടിച്ച് നടത്തി സംരക്ഷിച്ചു. അന്തർക്ക് കാഴ്ച നൽകുന്നതിനും തടവുകാരെ കാരാഗ്രഹത്തിൽ നിന്നും അന്ധകാരത്തിലിരിക്കുന്നവരെ ഇരുട്ടറയിൽ നിന്നും മോചിപ്പിക്കുന്നതിനും വേണ്ടി ഞാൻ നിന്നെ ജനത്തിന് ഉടമ്പടിയും ജനതകൾക്ക് പ്രകാശവുമായി നൽകിയിരിക്കുന്നു. ഞാനാണ് കർത്താവ്, അതാണ് എൻ്റെ നാമം. എൻ്റെ മഹത്വം ഞാൻ മറ്റാർക്കും നൽകുകയില്ല, എൻ്റെ സ്തുതി കൊത്തു വിഗ്രഹങ്ങൾക്ക് കൊടുക്കുകയുമില്ല. പ്രവചനങ്ങൾ സാക്ഷാത്കൃതമായി ഇതാ ഞാൻ പുതിയ കാര്യങ്ങൾ പ്രസ്താവിക്കുന്നു. മുള പൊട്ടുന്നതിന് മുമ്പേ ഞാൻ നിങ്ങൾക്ക് അവയെപ്പറ്റി അറിവ് തരുന്നു. ദൈവത്തിന്റെ വിജയം. കർത്താവിനൊരു പുതിയ ഗീതം ആലപിക്കുവിൻ. ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കുവിൻ. സമുദ്രവും അതിലുള്ളവയും തീരദേശങ്ങളും അവയിലെ നിവാസികളും ആർത്തട്ടഹസിക്കട്ടെ. മരുഭൂമിയും അതിലെ നഗരങ്ങളും കേദാർ അധിവസിക്കുന്ന ഗ്രാമങ്ങളും സ്വരമുയർത്തട്ടെ. സേല നിവാസികൾ സന്തോഷിച്ച് ഗീതം ആലപിക്കട്ടെ. മലമുകളിൽ നിന്ന് ഉദ്ഘോഷിക്കട്ടെ. അവർ കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ. തീരദേശങ്ങളിൽ അവിടുത്തെ സ്തുതി പാടി ഉദ്ഘോഷിക്കട്ടെ. കർത്താവ് വീരപുരുഷനെ പോലെ മുന്നേറുകയും യോദ്ധാവിനെ പോലെ കോപം ജ്വലിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് പോർവിളി മുഴക്കുകയും ശത്രുക്കൾക്കെതിരെ ശക്തി പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. വളരെ കാലം ഞാൻ നിശബ്ദത പാലിച്ചു, എന്നെ തന്നെ നിയന്ത്രിച്ച്
ശാന്തനായി കഴിഞ്ഞു. ഇപ്പോൾ ഈറ്റുനോവ് എടുത്തവളെ പോലെ നിലവിളിക്കുകയും നെടുവീർപ്പിടുകയും കിതയ്ക്കുകയും ചെയ്യും. പർവ്വതങ്ങളും കുന്നുകളും ഞാൻ തരിശാക്കുകയും അതിലെ സസ്യങ്ങളെ ഉണക്കി കളയുകയും ചെയ്യും. നദികളെ ദ്വീപുകളാക്കുകയും തടാകങ്ങൾ വറ്റിക്കുകയും ചെയ്യും. അജ്ഞാതമായ മാർഗത്തിൽ കുരുടരെ ഞാൻ നയിക്കും. അപരിചിതമായ പാതയിൽ അവരെ ഞാൻ നടത്തും. അവരുടെ മുമ്പിലെ അന്ധകാരത്തെ ഞാൻ പ്രകാശമാക്കുകയും ദുർഘടദേശങ്ങളെ നിരപ്പാക്കുകയും ചെയ്യും. ഇവയെല്ലാം ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കും. അവരെ ഉപേക്ഷിക്കുകയില്ല. കൊത്തു വിഗ്രഹങ്ങളിൽ വിശ്വസിക്കുകയും വാർപ്പു ബിംബങ്ങളോട് നിങ്ങൾ ഞങ്ങളുടെ ദേവന്മാരാണ് എന്ന് പറയുകയും ചെയ്യുന്നവർ അത്യധികം ലജ്ജിച്ച് പിന്തിരിയേണ്ടി വരും. ജനത്തിന്റെ അന്ധത. ബധിരെ കേൾക്കുവിൻ, അന്ധരെ നോക്കി കാണുവിൻ. എന്റെ ദാസനല്ലാതെ ആരുണ്ട് കുരുടനായി? ഞാൻ അയക്കുന്ന ദൂതനെ പോലെ ബധിരൻ ആരുണ്ട്? എന്റെ വിശ്വസ്തനെ പോലെ, കർത്താവിന്റെ ദാസനെ പോലെ കുരുടനായി ആരുണ്ട്? അവൻ കണ്ടിട്ടും കാണുന്നില്ല, കേട്ടിട്ടും കേൾക്കുന്നില്ല. കർത്താവ് തന്റെ നീതിയെ പ്രതി നിയമത്തെ ഉത്കൃഷ്ടമാക്കാനും മഹത്വപ്പെടുത്താനും പ്രീതി കാണിച്ചു. എന്നാൽ മോഷണത്തിനും കവർച്ചയ്ക്കും അധീനമായ ഒരു ജനമാണിത്. അവർ ഗുഹകളിൽ കുടുങ്ങുകയും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. രക്ഷിക്കാൻ ആരുമില്ലാതെ അവർ ശത്രുക്കൾക്ക് ഇരയായി തീർന്നു. തിരിച്ചു കൊടുക്കുക എന്ന് പറയാൻ ആരുമില്ലാതെ അവർ കൊള്ള ചെയ്യപ്പെട്ടു. ഇതിന് ചെവി കൊടുക്കുകയും ഭാവിയിലേക്ക് ചെവി ഓർത്തിരിക്കുകയും ചെയ്യാൻ നിങ്ങളിൽ ആരുണ്ട്? യാക്കോബിനെ കൊള്ളക്കാർക്കും ഇസ്രായേലിനെ കവർച്ചക്കാർക്കും വിട്ടുകൊടുത്തത് ആരാണ്? കർത്താവ് തന്നെയല്ലേ? നാം അവിടുത്തേക്കെതിരായി പാപം ചെയ്തു. അവിടുത്തെ മാർഗത്തിൽ അവർ ചരിച്ചില്ല, അവിടുത്തെ നിയമങ്ങൾ അനുസരിച്ചില്ല. ആകയാൽ അവിടുന്ന് തന്റെ കോപാഗ്നിയും യുദ്ധവീര്യവും യാക്കോബിന്റെ മേൽ വർഷിച്ചു. അത് ചുറ്റും ആളിപ്പടർന്നിട്ടും അവൻ പഠിച്ചില്ല, പൊള്ളലേറ്റിട്ടും അവന് ഉള്ളിൽ തട്ടിയില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, യേശയ്യാ പ്രവാചകനിലൂടെ എത്രയോ മഹത്തായ കാര്യങ്ങളാണ് എമ്മാനുവേലിനെ കുറിച്ച്, യേശുവിനെ കുറിച്ച് പറയുന്നത്. കർത്താവിന്റെ വരവ് എന്തിനാണ് എന്ന് യേശയ്യാ പ്രവാചകൻ മുൻകൂട്ടി പ്രവചിക്കുകയാണല്ലോ. അവൻ ചതഞ്ഞ ഞാങ്ങണ ഒടിക്കുകയില്ല, കെടാറായ തിരി കെടുത്തുകയില്ല. ദൈവമേ, ചതഞ്ഞ ഞാങ്ങണ ഒടിക്കാത്ത, കെടാറായ തിരി കെടുത്താത്ത ദൈവത്തിന്റെ സ്നേഹമാണല്ലോ വചനത്തിൽ ഞങ്ങൾ കാണുന്നത്. ദൈവസ്നേഹത്തിലും പ്രത്യാശയിലും വചനത്തിലും ഞങ്ങളെ വളർത്തണമേ. ദൈവമേ, അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ നന്ദി, ദൈവമേ ആരാധന, ദൈവമേ സ്തോത്രം. ഏറ്റവും പ്രിയമുള്ളവരെ, സാധിക്കുമെങ്കിൽ യേശയ്യാ പ്രവാചകന്റെ ഈ അധ്യായം പല പ്രാവശ്യം വായിക്കണം. ഓരോ വചനവും വളരെ അർത്ഥവത്താണ്, വളരെ ഹൃദയസ്പർശിയാണ്. വായിക്കുകയും ഹൃദയങ്ങളിൽ സൂക്ഷിക്കുകയും ചെയ്യട്ടെ. സ്നേഹപൂർവം, സണ്ണി പുൽപ്പറമ്പിൽ.